എന്നാൽ ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ. നമ്മുടെ ലാപ്ടോപ്പ് കുറച്ച് പഴയ ലാപ്ടോപ്പാണ്, 4-5 വർഷമായി. അതിൽ 4 GB 500 GB ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അജീഷ്, അവൻ നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്, അതായത് 3000 രൂപയ്ക്ക് താഴെ നമുക്ക് ലാപ്ടോപ്പ് 4 GB റാമിൽ നിന്ന് 8 GB റാമിലേക്കും 500 GB മെമ്മറിയിൽ നിന്ന് 1 TB അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറും 3000 രൂപയ്ക്ക് താഴെയാണ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഫുള്ള് വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കൂടാതെ എൻ്റെ ഇടുന്നത് വിൻഡോസ് 7 ആയിരുന്നു തോന്നുന്നു, 7 ആണ്. അതിൽ നിന്ന് നമ്മൾ വിൻഡോസ് 10 പ്രോയിലേക്ക് അപ്ഗ്രേഡിങ് ചെയ്യുന്നുണ്ട്. ഞാനും കുറേ യൂട്യൂബിലൊക്കെ തപ്പിയായിരുന്നു എങ്ങനെയാണ് വിൻഡോസ് അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ. എന്നാലും കറക്റ്റായിട്ടൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യുന്നതും റാം അപ്ഗ്രേഡ് ചെയ്യുന്നതും നമ്മുടെ വിൻഡോസ് അപ്ഗ്രേഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എല്ലാവരും കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഏസറിൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ SSD അപ്ഗ്രേഡ് ചെയ്യുകയാണ്. SSD ആൻഡ് റാം അപ്ഗ്രേഡ് ചെയ്യുകയാണ്. 500 GB ആണ് ഇതിനകത്തുള്ളത്. പിന്നെ റാം 4 GB ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യുക. സ്ക്രൂകളെല്ലാം അഴിച്ചു മാറ്റി സൈഡിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും സേഫ്. മിസ്സാവരുതൊന്നും. നെഹ്റു പ്ലേസിൻ്റെ മാർക്കറ്റിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനവും ചീപ്പ് റേറ്റിൽ കിട്ടും. നമ്മൾ എത്ര പറയണ്ടേ, മാക്സിമം നമുക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിനും റേറ്റ് കുറവാണ്. ഇതൊക്കെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-150 രൂപയ്ക്കൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്താൽ കിട്ടും. പിന്നെ ഇതിനൊക്കെ പറഞ്ഞാൽ 1200, ചിലപ്പോൾ അതിലും കുറവ് നമുക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. മാക്സിമം ഒരു 1300-1400 അത്രേ വരുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ്. ഇതിപ്പോൾ ഓൺലൈനിൽ ഒരു ഓഫർ വന്നുകൊണ്ട് മാത്രം ക്രൂഷ്യലിൻ്റെ മേടിച്ചതാണ്. 500 GB വന്നേക്കുന്നത് 2300 ആ റേഞ്ച് നമുക്ക് ചീപ്പ് റേറ്റ് കിട്ടി. അതും 500 GB ക്രൂഷ്യലിൻ്റെ ആണ്. അത് 3 ഇയർ വാറണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് 3 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഹൈനെക്സിൻ്റെ സാധനം. നമ്മളിപ്പോൾ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവ് എടുത്ത് മാറ്റുവാണ്. ഓക്കെ, അതെടുത്ത് മാറ്റി. ഇതിലൊരു 3 സ്ക്രൂ ഉണ്ട്. ജസ്റ്റ് ആ 3 സ്ക്രൂവും കൂടി ഒന്ന് അയക്കുന്നു. നാല് സൈഡിൽ തന്നെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് തുറന്നാൽ മാത്രം മതി, തന്നെ തുറന്നു വന്നോളൂ. ഇത് ജസ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ അവിടെ സ്പീക്കറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ജസ്റ്റ് അത് ക്ലോസ് ചെയ്യും. അത് ക്ലിപ്പ് മാറ്റുക. നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും അതിൻ്റെ ബാറ്ററി ആദ്യം ഡിസ്കണക്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. അടുത്ത് നമ്മൾ ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്യുകയാണ്. എപ്പോൾ കൊടുത്തിട്ടുണ്ട്. WD-യുടെ 500 GB ഹാർഡ് ഡിസ്ക് മാറ്റുന്നു. നമ്മൾ ഇതിനെ എടുത്ത് ഹൈനെക്സിൻ്റെ റാമാണ്. 4 GB DDR3. അതിൻ്റെ സ്പീഡ് നമുക്കിതിൽ വരുന്നത്. സ്പീഡ് ചെക്ക് ചെയ്യുക. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ജസ്റ്റ് കണക്ട് ചെയ്യുക. നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ച് നമ്മുടെ 500 GB ഹാർഡ് ഡിസ്ക് എടുത്ത് നമ്മൾ കാഡിയിലേക്ക് കണക്ട് ചെയ്യുന്നു. 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂവും നമ്മൾ ഇതിനെ ജസ്റ്റ് ആഡ് ചെയ്യുക. സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് 4 സ്ക്രൂ ആണ്.
ഇവിടുത്തെ മാർക്കറ്റിൽ ആർക്കെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ മെൻഷൻ ചെയ്യാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ചീപ്പ് റേറ്റ് ഞങ്ങൾ ഇവിടുന്ന് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. ഡെലിവറി ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. റേറ്റൊക്കെ തീരെ കുറവാണ് ഇവിടെ. ഈ റേറ്റ് പറഞ്ഞ് എല്ലാ സാധനത്തിനും തന്നെ ഇവിടെ റേറ്റ് കുറവാണ്. ഇപ്പോൾ സ്പീക്കറോ അങ്ങനെ അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ബ്രാൻഡിനേക്കാളും ഒരു 3-5 വർഷമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് 10,400-500 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ ഇവിടെ ഇഷ്ടംപടി അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കും. പക്ഷേ ആണ് അടിപൊളിയാണ്. അതിൻ്റെ സീരിയൽ നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. പിന്നെ റീഫർണിഷ്ഡ് ലാപ്ടോപ്പൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളിത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് അടച്ച് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഡിസ്പ്ലേ അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അതിൻ്റെ ബൂട്ടബിൾ ചെയ്യണം. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് നോക്കിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കറണ്ട് ഫോർമാറ്റ് ഡേറ്റും ടൈം നോക്കുക. അതിനകത്ത് ഇന്ത്യ ആക്കുക. നെക്സ്റ്റ് സ്റ്റാർട്ട് ആവും. പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കീ ഇടുക, ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ, ആക്ടിവേറ്റ് ആയിക്കോളൂ. പ്രൊഫഷണൽ, നെക്സ്റ്റ്, I accept the license and terms. Next, custom. 500 GB നമുക്ക് എത്ര വേണേൽ നമുക്ക് ആക്കാം. വേണമെങ്കിൽ ഇതിന് പാർട്ടീഷൻ കൊടുക്കാതെ നമുക്ക് വേണേൽ ചെയ്യാം. നമുക്കിതിന് പാർട്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പാർട്ടീഷൻ വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിനെ നെക്സ്റ്റ് കൊടുക്കുന്നു. കോപ്പിയും വിൻഡോസ് ഫയൽസ് 100 ആയി കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാക്സിമം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ആയിക്കോളും. നമ്മൾ നമ്മുടെ റീജിയൻ ഏതാണെന്ന് കൊടുക്കുക. ഇന്ത്യ. അടുത്ത് നമുക്ക് വരുന്ന അതിൻ്റെ കീബോർഡ് സെലക്ഷനാണ്. ഇംഗ്ലീഷ് ഇന്ത്യ. സ്കിപ്പ് കീബോർഡ് ലേഔട്ട്. നെറ്റ്വർക്ക് ഇല്ലാതെ കണക്ട് ചെയ്യുന്ന ഒരു കണക്കിന് നല്ലത്. അതാണ് നമുക്ക് യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. ബെറ്റർ ഹാവ് ഇൻ്റർനെറ്റ്. കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റ്. ഒന്ന് ജസ്റ്റ് റീസ്റ്റാർട്ടായി വരും. Again, നമ്മളൊന്ന് I don't have internet connect with limited setup. ജസ്റ്റ് നമ്മൾ യൂസർ നെയിം എന്തെങ്കിലും കൊടുക്കുക. Next. That's it.
ഞാൻ പറയാൻ വന്നത് ഇപ്പം ഞങ്ങളുടെ ഓൾറെഡി ആ ലാപ്ടോപ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇപ്പം SSD ആയിട്ടോ ഹാർഡ് ഡിസ്ക് ആയിട്ടോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇവിടെ മാർക്കറ്റിൽ ഇപ്പം നല്ല ചീപ്പ് റേറ്റ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് റേറ്റ് അതിലും കൂടുതൽ നമുക്ക് കുറവായിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇപ്പം 1 TB ഒക്കെ എക്സ്റ്റേണൽ ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഒരു 2500-3000 റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ എനിക്കിപ്പം എന്താ വേണ്ടേ, ലാപ്ടോപ്പായിട്ടോ മൊബൈലായിട്ടോ എന്തെങ്കിലുമൊക്കെ ഹെഡ്ഫോണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും.